മിനിറ്റ് വെച്ചുള്ള ശുശ്രൂഷ ആരംഭിക്കുകയാണ്. കിഴക്കഭിമുഖമായി Wow.
വിശ്വസിക്കുന്നെങ്കിൽ അപ്രകാരം തന്നെ ദൈവം യേശുവിൽപ്പെട്ട് മരിച്ചുപോയവരെയും അവരോടുകൂടെ കൊണ്ടുപോലും നമ്മുടെ കർത്താവിന്റെ ജീവനോടെ ശേഷിക്കുന്നവരായ നമുക്ക് നിത്യം പ്രാപിച്ചവരെ പിന്തുടരേണ്ടി വരികയില്ലെന്ന് അതിനോട് തന്നെ ഞങ്ങൾ നിന്നോട് പറയുന്നു. നമ്മുടെ കർത്താവ് പ്രധാന കാലാവധിയുടെ അകമ്പടി സത്ത ദൈവത്തിന്റെ കാരണത്തിലേക്കോടുകൂടി സ്വർഗത്തിൽ നിന്നിറങ്ങും. അപ്പോൾ ഉൾപ്പെട്ടവരായി മരിച്ചവർ ആദ്യമേ ഉദ്ധാനം ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്നവരായ അവരോടുകൂടി ഒരുമിച്ച് അന്തരീക്ഷത്തിൽ കർത്താവിനെ എടുക്കപ്പെടും. അങ്ങനെ എല്ലായ്പ്പോഴും കർത്താവിനോട് ഒരുമിച്ച് സ്നേഹിക്കുകയും ചെയ്യും. ആകയാൽ വചനം പോലെ പരസ്പരം ആശ്വസിച്ചുകൊള്ളുകയും Amen.
ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. മണക്കാട്ട് ഈ മാതാവ് ദൈവ തിരുസന്നിധിയിലേക്ക് മടങ്ങിപ്പോയിരിക്കുകയാണ്. നമ്മളുടെ ലോകത്തിൽ നിന്നുള്ള വേർപാട് വാസ്തവത്തിൽ എവിടെ നിന്ന് കടന്നു വന്നോ അവിടേക്കുള്ള ഒരു മടങ്ങിപ്പോക്കാണെന്ന് നമുക്കറിയാം. ഈ കർത്തൃദാസിയിൽ നമ്മളൊരു മടക്കയാത്ര മാത്രമാണ് ഇപ്പോൾ നടത്തുന്നത്. കാരണം ദൈവത്തിന്റെ സൃഷ്ടിയായിരിക്കുന്ന മനുഷ്യർ ഈ ലോകത്തിലേക്ക് കടന്നു വന്നു കഴിഞ്ഞു. അവിടെ നിന്ന് ദൈവസന്നിധിയിലേക്ക് മടങ്ങുകയും ചെയ്യുന്നു. പിതാക്കന്മാര്, പരിശുദ്ധ സഭയുടെ പിതാക്കന്മാർ പ്രത്യേകം എഴുതിയ കാര്യമുണ്ട്. ദൈവം മനുഷ്യനെ മണ്ണ് കുഴച്ചുണ്ടാക്കി. മണ്ണ് കുഴച്ചു മനുഷ്യനെ ഉണ്ടാക്കി എന്ന് പറയുന്നത് അപ്പോൾ മനുഷ്യ രൂപം മാത്രമേ ആയിരിക്കും, ജീവനുള്ള മനുഷ്യനല്ല. നമ്മുടെയൊക്കെ രൂപത്തിൽ നമുക്ക് ഏതെല്ലാം വിധത്തിൽ ആധുനികമായ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നമ്മെ പല ചിത്രങ്ങളിലും മറ്റു പല സാഹചര്യങ്ങളിലൊക്കെ നമ്മുടെ പടം പകർത്താം. പക്ഷെ നമ്മൾ തന്നെയാണ്. പക്ഷെ നമുക്ക് ആ പടങ്ങളിൽ നമുക്ക് ജീവനില്ല. നമ്മളുടെ രൂപത്തിൽ സ്റ്റാച്യു ഉണ്ടാക്കാം, എക്സാക്റ്റായിട്ട് കൃത്യമായി നമ്മെ പോലെ തന്നെ ഇരിക്കും, പക്ഷെ ജീവനില്ല. ദൈവം തിരുവചനം പറയുന്നതാണ് മണ്ണ് കുഴച്ചുണ്ടാക്കി. അപ്പോൾ മനുഷ്യനായില്ല, മനുഷ്യ രൂപമേയാണ്. പിന്നീട് പറയും അവൻ ദൈവമൊക്കെയായ ദൈവം ആ മനുഷ്യന്റെ മൂക്കി ഊതി, അപ്പോഴേ ജീവൻ. ആ ഊതിയ ശ്വാസം അത് ഇപ്പോൾ ഈ മാതാവിൽ നിന്ന് ആ ജീവൻ ദൈവത്തിലേക്ക് മടങ്ങിപ്പോയി. ഉണ്ടാക്കിയ രൂപമാണിത്. അത് മണ്ണിലേക്ക് തന്നെ ലയിക്കുന്നത്. കാരണം അത് മണ്ണുകൊണ്ടുണ്ടാക്കി മണ്ണിലേക്ക് തന്നെ ലയിച്ചു ചേരുകയും ചെയ്യും. ഈ ഭൂമിയിൽ കാണുന്ന സൾഫേറ്റ് എന്നും ഫോസ്ഫേറ്റ് എന്നും ഒക്കെ പറയുന്ന ഇതെല്ലാം നമ്മുടെ ശരീരത്തിലുണ്ട്. ഇതെല്ലാം നമ്മൾ കൊച്ചു ക്ലാസ്സുകളിൽ തൊട്ട് നാം ഇതൊക്കെ പഠിക്കുന്നത്. ഈ ഭൂമിയിലുള്ള പല കാര്യങ്ങളും നമ്മുടെ ശരീരത്തോട് അത്രയ്ക്ക് മണ്ണിനോട് നമ്മൾ ചേർന്ന് അതൊരു വശമാണ്. എന്നാൽ ഊതിക്കയറ്റിയ ദൈവം കയറ്റി നമ്മളിലേക്ക് ആകർഷിച്ച ജീവശ്വാസം, ദൈവിക ജീവൻ, അതാണ് വാസ്തവത്തിൽ വേർപാടെന്ന് പറയുന്നത്. ലോകത്തിൽ വേർപെടുമ്പോൾ അവർ ദൈവസന്നിധിയിലേക്ക് മാറും. ഇത് സഭാപ്രസംഗി എന്ന് പറയുന്ന നമ്മുടെ തിരുവചനത്തിൽ വേദപുസ്തകത്തിലെ പഴയ നിയമത്തിൽ പറയുന്നുണ്ട്. ഒരു മനുഷ്യൻ മരിക്കുമ്പോൾ അവന്റെ ശരീരം ഈ ഭൂമിയിലേക്ക് മണ്ണിലേക്കും അവന്റെ ആത്മാവന്റെ സൃഷ്ടിതാവായ ദൈവത്തിലേക്കും മടങ്ങിപ്പോകുന്നുവെന്ന് ഈ കർത്തൃദാസി ഇപ്പോൾ ദൈവസന്നിധിയിലേക്ക് മടങ്ങിപ്പോയിരിക്കുകയാണ്. ഏതാനും ദിവസം മുമ്പ് ഞാൻ ചാക്കോച്ചും മറ്റേ മക്കളുമൊക്കെ ആയിട്ട് ഈ കർത്തൃദാസിയെ കണ്ട് പ്രാർത്ഥിക്കുവാനായിട്ട് ഭവനത്തിലേക്ക് ചെന്നപ്പോൾ ജീവന്റെ അവസ്ഥയില്ല. ഇന്നിപ്പോൾ ഏതാനും ദിവസങ്ങൾ ഇപ്പോൾ നമ്മൾ വൃദ്ധാവസ്ഥ എന്ന് പറയുന്നു. പക്ഷേ ദൈവത്തിന്റെ സന്നിധി ഇന്നും ജീവനോടെ ഇരിക്കുന്നു. മനുഷ്യന്റെ മുമ്പിലേ ഉള്ളൂ മരണം എന്ന് പറയുന്ന ഒരു പ്രക്രിയ. അതുകൊണ്ടാണ് പ്രിയപ്പെട്ട അച്ഛൻ ഇവിടെ സ്ലീഹ വായിച്ചപ്പോൾ പരിശുദ്ധ സ്ലീഹ ഒരു സ്ലീഹ പറയും, മരിച്ചവരെ നിങ്ങൾക്ക് പിന്തുടരേണ്ടി വരികയില്ല. നമ്മൾ സാധാരണ പറയുന്നത് ഇന്ന് ഞാൻ നാളെ നീ. സാധാരണ പറയുന്നു നമ്മളൊക്കെ മുന്നേ കടന്നു പോകുന്നവർ പോയി നമ്മൾ മനസ്സിൽ ചിന്തിക്കും നാളെ ഞാനും കടന്നു പോകും. തിരുവചനം പറയുന്നു നിങ്ങൾക്ക് മരിച്ചവരെ പിന്തുടരേണ്ടതേ ഇല്ല. കാരണം മരണത്തിന്റെ അവസ്ഥയിൽ നമുക്ക് ഒരിക്കലും ചെന്നു പറ്റുകയില്ല. കൃത്യമായി പറയുന്നു തിരുവചനം, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ഇത് കർത്താവ് പറഞ്ഞിരിക്കുന്ന വാക്യം. അപ്പോൾ നമുക്ക് മരണമേ ഇല്ല. സത്യം ഈ ശരീരം നമ്മളിൽ നിന്ന് വേർപെടുന്നു. ആന്തരിക സത്യയിൽ നമ്മൾ ദൈവത്തോടുകൂടെ നമ്മൾ എന്നും അങ്ങ് തുടരുകയാണ് എന്നുള്ളതാണ് സത്യം. അത് ഈ മാതാവ് ദൈവത്തിന്റെ മുമ്പിൽ ജീവനോടെ ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ ഈ 3-ാം ദിവസവും 9, 30, 40 ആണ്ടും ഓരോ ആണ്ടിലും ഒക്കെ പ്രത്യേക
നമ്മൾ വിശുദ്ധ കുർബാന ഈ നമ്മുടെ വാങ്ങിപ്പോയവർക്ക് വേണ്ടി അനുഷ്ഠിക്കുന്ന മരിച്ചവർക്ക് വേണ്ടിയല്ല, ജീവിച്ചിരിക്കുന്നവർക്ക് വേണ്ടി തന്നെ. അവർ ജീവനോടെയാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് ഒരിക്കലും മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുവെന്ന് പരിശുദ്ധ അന്ത്യോക്യൻ സുറിയാനി സഭ പറയുന്നില്ല. വാങ്ങിപ്പോയവർക്ക് വേണ്ടിയാണ്. മരിച്ചു എന്ന് പറയുമ്പോൾ അർത്ഥം വേറെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഡിപ്പാർട്ടഡ് എന്ന വാക്ക് വാങ്ങിപ്പോയവരെ അല്ലെങ്കിൽ ഈ ലോകത്തിൽ നിന്ന് വേർപിരിഞ്ഞവരെ ഡെഡ് എന്നുള്ളതിന് പകരം ഡിപ്പാർട്ടഡ് പറഞ്ഞ് ഈ മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ കുടുംബത്തെ പ്രത്യേകമായിട്ട് ദൈവസന്നിധിയിൽ സമർപ്പിക്കുകയും ചെയ്യുകയാണ്. മണക്കാട്ട് കുടുംബത്തിനെ സംബന്ധിച്ചിടത്തോളം ആ പ്രത്യേകമായ മറ്റെല്ലാ കുടുംബങ്ങളെ പോലെ ആ വലിയ സ്നേഹബന്ധം പ്രത്യേകം ഓർക്കട്ടെ. ജോസ് മണക്കാട്ട് നാമുള്ള കർത്തൃദാസൻ, മലങ്കര സുറിയാനിക്കാനായ അസോസിയേഷൻ മെമ്പർ, നമ്മുടെ ക്ലീനീസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഗവേണിംഗ് ബോർഡ് മെമ്പർ, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞങ്ങൾ ഒന്നിച്ച് കണ്ടു. എന്നാൽ ഇപ്പോൾ അദ്ദേഹം വിദേശത്തേക്ക് പോയിരിക്കുകയാണല്ലോ. അതോടൊപ്പം തന്നെ ബേബി മണക്കാട്ട്, ചാക്കോച്ചൻ മണക്കാട്ട്, ഈ മക്കളിലും എല്ലാവരുമായി ചിനിയോന സെന്റ് ജോൺസ് പുത്തൻപള്ളിയുടെ വിവിധങ്ങളായിട്ടുള്ള ശുശ്രൂഷകളിലെ കർമ്മങ്ങളിലെ എല്ലാം അവരുടേതായ പങ്ക് അവരോരുത്തരും വഹിക്കുന്നവരാണ്. അവയൊക്കെ തുടർച്ചയായി കാണുകയും അവയെ വ്യക്തിബന്ധങ്ങൾ ഒക്കെ ഞാൻ പ്രത്യേകമായിട്ട് ഈ സമയത്ത് ഓർക്കുകയാണ്. മക്കളും കൊച്ചുമക്കളും പ്രിയപ്പെട്ടവരും എല്ലാ മക്കളും അവരുടെ കുടുംബങ്ങളും എല്ലാ ബന്ധുമിത്രാദികളെയും പ്രിയപ്പെട്ടവരെയും ഈ സമയത്ത് ഓർക്കട്ടെ. ദൈവം നമ്മയൊക്കെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. മലങ്കര സുറിയാനിക്കാനായ സമുദായത്തിന്റെ അനുശോചനം ഈ സമയത്ത് ഭവനക്കാരെയും പ്രിയപ്പെട്ടവരെയും അറിയിപ്പോൾ തന്നെ ദൈവം നമ്മയൊക്കെ ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും തീർച്ചയായിട്ടും അവരോട് കണ്ടാലും ലോകകാലം മുതൽ മകളെ നിനക്കായി ഒരുക്കപ്പെട്ടിരിക്കുന്ന ഭവനത്തിലേക്ക് നീ കടന്നു വരികയുള്ള ശബ്ദം ഈ മകൾ ദൈവസന്നിധിയിൽ കേൾക്കാനിടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യും. വായത് ശുദ്ധിമതിയായ അമ്മയുടെയും യൂഹാലിന്റെയും മഹാവലിയ മധ്യസ്ഥതയാൽ തന്നെ. കൊണ്ടുപോവുകയാണ്. ദേവാലയത്തിന്റെ പടിഞ്ഞാറ് വശത്ത് മേൽക്കട്ടയിൽ ക്രമീകരിക്കണം. മലക്കുരിശും കായലും സംസത്തിലേക്ക് കൊണ്ടുപോകും. വിട്ടേ മോനെ അങ്ങോട്ടൊന്ന് വലിച്ചു തരണേ. അവിടം വരെ എത്തുമല്ലോ അല്ലേ? അവിടം വരെ എത്തുമല്ലോ. അരുണ പുള്ളിങ്ങി വലിച്ചിട്ടു. അങ്ങോട്ടങ്ങ് പൊക്കോ, അങ്ങോട്ടങ്ങ് നിങ്ങൾ അങ്ങോട്ട് പൊക്കോ. അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്കണേ. ഈ ട്രൈപ്പോഡ് പിടിച്ചോണേ. നമുക്ക് സൈഡിലോട്ട് മാറ്റി വെക്കാം.
ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറയാം അവിടുന്ന്. അഡ്ജസ്റ്റ് ചെയ്യാൻ പറഞ്ഞോ. നീങ്ങാന്നേ അല്ല അവിടുന്ന് പൊക്കി വിടണ. വിളിച്ച ശകലം ബാഗിലോ സൈന്യങ്ങളിൽ നിന്നും ശത്രുവിന്റെ ഭവനങ്ങളിൽ സിദ്ധന്മാരോടുകൂടിയുള്ള അനുഭവത്തിൽ ഇവിടെ അനേകം ചെയ്യുമാറാണ്. ഇവൾ സന്തോഷത്തോടും ആനന്ദത്തോടും കൂടി നിനക്കും നിരവിധാവിനും പരിശുദ്ധവും വായിക്കും സ്തുതിപാടിയും ചെയ്യുമാറാകട്ടെ. വേദങ്ങളുള്ള ശ്രമത്തിനും യുദ്ധങ്ങളിലുള്ള സംരക്ഷണത്തിനും വിശുദ്ധന്മാരോടുകൂടിയുള്ള ആനന്ദത്തിനുമായി പിതാവിന്റെ പുത്രന്റെയും ജീവനുള്ള പരിശുദ്ധരുടെയും നാമത്തിൽ നിത്യജീവന് വേണ്ടി തൈലം ഒഴിക്കപ്പെടുന്നു.